മാഷിൻ്റെ സ്വന്തം അപ്പു. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 17. നന്ദൻ അമ്മയുടെ കൈകൾ പെട്ടെന്നെടുത്ത് മാറ്റി. ഷർട്ട് അഴിച്ചു മാറ്റുമ്പോൾ നഖം കൊണ്ടുരഞ്ഞതാണമ്മ. സൗദാമിനി മകൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. തിരികെ എഴുന്നേറ്റ് പോയി. അമ്മ താഴെ പോയി അച്ഛനോട് പറയുമെന്ന് നന്ദൻ ഉറപ്പായിരുന്നു. അവൻ വേഗം കതക് ചാരി കുറ്റിയിട്ടു. കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് ദേഹമാസകലം ഒന്ന് നോക്കി. കഴുത്തിലും നെഞ്ചിലുമൊക്കെ നഖം കൊണ്ട് കോറിയ പാടുകൾ. ചുണ്ടും ചെറുതായി മുറിഞ്ഞിട്ടുണ്ട്. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടുകൂടി നന്ദൻ വീണ്ടും ബെഡിലേക്ക് വന്ന് കിടന്നു. അവൻ്റെ ശരീരത്തിൽ അപ്പുവിൻ്റെ മണമാണെന്ന് തോന്നി അവന്. കയ്യിൽ ഒരു തള്ളീണയെടുത്ത് അതിൽ മുഖം ചേർത്ത് നന്ദൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. +2 എക്സാമിൻ്റെ റിസൾട്ട് വരാറായി. അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വിഷ്ണുവിൻ്റെയും വരലക്ഷ്മിയുടെയും എൻഗേജ്മെൻറ്റ് നടത്തിവെക്കാനാണ് വീട്ടുകാരുടെ തീരുമാനം. ഏകദേശം ഡേറ്റ് വരെ അവർ കുറിച്ചു വെച്ചു കഴിഞ്ഞു. കുടുംബങ്ങളിൽ സന്തോഷം നിലനിന്നുവെങ്കിലും നന്ദൻ്റെ കാര്യമോർത്ത് ഭാർഗവനും സൗദാമിനിക്കും വിഷമമുണ്ടായിരുന്നു. നന്ദനും കൂടി പറ്റുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ നിശ്ചയവും വിഷ്ണുവിൻ്റെ നിശ്ചയവും ഒന്നിച്ച് നടത്തുവാനാണ് ഭാർഗവൻ്റെ ഇഷ്ടം. പക്ഷേ നന്ദൻ ഒന്നിനും പിടികൊടുക്കാത്തത് കാരണമാണ് അതിങ്ങനെ നീണ്ടുപോകുന്നത്. രാവിലെ തന്നെ സൗദാമിനി മുഖം വീർപ്പിച്ച് നടക്കുകയാണ്. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ കലപില ശബ്ദം കേൾക്കാം. സൗദാമിനിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവൾ അത് പാത്രങ്ങളോടാണ് തീർത്തിരുന്നത്. ഭാർഗവന് കാര്യം എന്താണെന്ന് തിരക്കണമുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് കയറി ചെന്ന് സൗദാമിനിയുടെ വായിലിരിക്കേണ്ടത് കേൾക്കണ്ട എന്ന ഭാവത്തിൽ കേൾക്കാത്തതുപോലെ പത്രം വായനയിലാണ്. നന്ദൻ കുറച്ചു നേരമായി ഇത് കേൾക്കുന്നുണ്ടെങ്കിലും ഒച്ചയും ബഹളത്തിനും യാതൊരു കുറവുമില്ലാതെ ആയപ്പോൾ നന്ദൻ പതിയെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നു. അപ്പോഴുണ്ട് തൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് അച്ഛനും. ഇന്ന് ഒച്ചയും ബഹളവും ഇത്തിരി കൂടുതലാണല്ലോ അച്ഛ, എന്താ കാര്യം? ചെന്ന് ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ അമ്മയുടെ വായിൽ ചാടുന്നതിനേക്കാൾ ഭേദം പൊട്ടനെ പോലെ അവിടെ ഇരിക്കുന്നതാണ്. അപ്പോഴേക്കും ചാടിത്തുള്ളി സൗദാമിനി അവിടെ എത്തി. പൊട്ടനെപ്പോലെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ പൊട്ടൻ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താണെന്നെങ്കിലും ചോദിച്ചോ? അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നീ നിന്റെ ദേഷ്യം മുഴുവൻ എൻ്റെ നേർക്ക് തീർക്കും, അതെനിക്കറിയാം. നിങ്ങൾ അച്ഛനും മോനും കൂടി എല്ലാം അറിയാം. ഒന്നും അറിയാത്ത മണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ഒരു മരുമകളെയാണ്. നീ ഒരു വിവാഹം കഴിക്കണം. വിഷ്ണുവിൻ്റെ നിശ്ചയത്തിൻ്റെ ഒപ്പം നിന്റെ നിശ്ചയവും നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചല്ലേ നടക്കുന്നത്? ഈ കാര്യങ്ങളിൽ മാത്രം നീ എന്തിനാ പിന്നോട്ട് മാറി നിൽക്കുന്നത്? ഞാൻ പിന്നോട്ട് മാറി നിൽക്കുന്നുവെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? എല്ലാം അതിൻ്റേതായ സമയത്ത് നടക്കും. അമ്മ വെറുതെ വാശി ഉണ്ടാക്കി അസുഖം വരുത്തി വെക്കരുത്. വിഷ്ണുവിൻ്റെ നിശ്ചയം ഇപ്പോൾ നടക്കട്ടെ, അതും ഇതും കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ അകത്തേക്ക് കയറിപ്പോയി. നന്ദൻ പോയതിൻ്റെ പിന്നാലെ തന്നെ പിറുപിറുത്തുകൊണ്ട് സൗദാമിനിയും അടുക്കളയിലേക്ക് പോയി. സൗദാമിനി അകത്തേക്ക് പോയി എന്ന് കണ്ടതും ഭാർഗവൻ നേരെ നന്ദൻ്റെ മുറിയിലേക്ക് ചെന്നു. നിന്റെ മനസ്സിൽ എന്താണെന്ന് അച്ഛനോടെങ്കിലും പറ. അച്ഛൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരിടം വരെ പോകാം. അമ്മയോട് തൽക്കാലം ഇപ്പോഴൊന്നും പറയണ്ട. ഭാർഗവൻ തലയും കുലുക്കിക്കൊണ്ട് താഴേക്ക് ചെന്നു. അച്ഛനും മകനും കൂടി ഒരുങ്ങിക്കെട്ടി ഇറങ്ങുന്നത് കണ്ടതും സൗദാമിനി പതിയെ ഉമ്മറത്തേക്ക് വന്നു. 2 പേരും കൂടി ഇത് എവിടേക്കാ? ഒരു യാത്ര പോലും എന്നോട് പറയാതെ. അവൻ്റെ ഒരു ഫ്രണ്ടിനെ എന്തോ ഒരു അത്യാവശ്യം, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ ബൈക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഭാർഗവൻ സംശയത്തോടെ നന്ദനെ നോക്കി. നന്ദൻ അതിനൊരു ചിരിയായിരുന്നു മറുപടി നൽകിയത്. യാത്രക്കിടയിൽ നന്ദൻ ഭാർഗവനോട് കാര്യങ്ങൾ ഏകദേശം പറഞ്ഞിരുന്നു. അച്ഛനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇന്നൊരു തീരുമാനമെടുക്കണം, അതിനുവേണ്ടിയുള്ള വരവാണ്. ഭാഗ്യത്തിന് തിരക്ക് കുറഞ്ഞ സമയമായതുകൊണ്ട് അനീഷും രഘുവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നന്ദനെയും ഭാർഗവനെയും കണ്ട് 2 പേരും സന്തോഷത്തോടെ ചിരിച്ചു. ഇതെന്താ 2 പേരും കൂടി ഒരുമിച്ച്? പതിവില്ലാത്തതാണല്ലോ. തന്നോടൊന്ന് സംസാരിക്കണം. ഈ സമയത്ത് താൻ ഇവിടെയല്ലേ കാണൂ, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ഭാർഗവൻ രഘുവിനെ നോക്കി പറഞ്ഞു. അതിനെന്താ, സംസാരിക്കാമല്ലോ.
അനീഷും രഘുവും കൂടി ഭാർഗവനെയും നന്ദനെയും കൂട്ടി സൂപ്പർ മാർക്കറ്റിനകത്തുള്ള അവരുടെ പ്രൈവറ്റ് റൂമിലേക്ക് പോയി. രണ്ടു പേർക്കും കുടിക്കുന്നതിന് വേണ്ടി ചായയ്ക്ക് പറഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ വന്ന് സംസാരിക്കാനുള്ള ഇടം ഇതല്ല എന്നറിയാമെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി. ഭാർഗവേട്ടന് എന്തു പറയാനുണ്ടെങ്കിലും അതെന്നോട് പറയാമല്ലോ, അതിനെന്തിനാണ് ഒരു മുഖവുര? രഘു, ഞാനൊരു വിവാഹകാര്യം സംസാരിക്കാനാണ് വന്നത്. നന്ദനും രഘുവിൻ്റെ മോൾ അപർണയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നന്ദൻ ഇപ്പോഴാണ് പറയുന്നത്. എക്സാം ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് വന്നെല്ലാം ഉറപ്പിച്ചു വയ്ക്കാമെന്ന് കരുതി. രഘുവും അനീഷും മുഖത്തോട് മുഖം നോക്കി. ഭാർഗവൻ സംസാരം തുടർന്നു. നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. രഘു എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് കുറച്ചു നേരം അങ്ങനെയിരുന്നു. നന്ദൻ മാഷിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഇത്രയും നല്ലൊരു പയ്യൻ എൻ്റെ അപ്പുവിൻ്റെ ഭർത്താവായി വരുന്നതിന് പകരം പുണ്യം വേറൊന്നുമില്ല. പക്ഷേ ഞാൻ മറ്റൊരാൾക്ക് വാക്കു കൊടുത്തു പോയി. അത് അപ്പുവിന് ഇതുവരെയും അറിയില്ല. അനീഷിൻ്റെ എൻഗേജ്മെൻറ്റിന് RK ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ഓണർ രാജശേഖരൻ്റെ മകൻ ദേവദത്ത് അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നോട് വന്ന് ആലോചിച്ചു. ഞാൻ വാക്കും പറഞ്ഞു. അപ്പുവിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിൽ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. കുട്ടികളുടെ ഇഷ്ടമല്ലേ രഘു നോക്കേണ്ടത്? അപ്പു സ്നേഹിക്കുന്നത് നന്ദനെയാണ്. അങ്ങനെയുള്ളപ്പോൾ താൻ മകളുടെ മനസ്സറിയാതെ വാക്കു കൊടുത്തത് ശരിയാണോ? നന്ദൻ കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴും. സാർ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. ആ കുടുംബത്തോട് എനിക്കുള്ള കടപ്പാട് വളരെ വലുതാണ്. രഘു ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനെന്നെ സഹായിച്ചത് രാജശേഖരൻ സാറും കുടുംബവുമാണ്. ആ കുടുംബത്തിലേക്കാണ് എൻ്റെ മകളെ ക്ഷണിക്കുന്നത്. മകളുടെ ഭാവി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പിതാവിനെ പോലെയും ഞാൻ ചിന്തിച്ചു പോയി. മോളോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ഞാൻ ഉറപ്പു പറഞ്ഞു. അവർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് പോയിരിക്കുന്നത്. 2 പേരുടെയും ജാതകങ്ങൾ വരെ നോക്കിക്കഴിഞ്ഞു. ഡേറ്റ് കുറിക്കുന്ന ഒരു കാര്യം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പു, അവൾ. നന്ദൻ്റെ ഇടറിയ ഒച്ച പുറത്തേക്ക് വന്നു. അവളോട് പറഞ്ഞില്ല. ഇനി വേണം പറയാൻ. ഇങ്ങനെ ഒരു ഇഷ്ടം അവളുടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കുറച്ചു മുന്നേയെങ്കിലും മാഷൊരു സൂചന തന്നിരുന്നുവെങ്കിൽ ഉറപ്പായി ഞാനിത് നടത്തി തരുമായിരുന്നു. പക്ഷേ ഇനി. ഭാർഗവൻ നോക്കുമ്പോഴേക്കും നന്ദൻ്റെ കണ്ണുകൾ രണ്ടും ചുവന്ന് കലങ്ങി. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ ഭാർഗവൻ്റെ കൈകളിൽ പിടിച്ച് രഘു അത് തടഞ്ഞു. ഭാർഗവനും നന്ദനും എഴുന്നേറ്റു. അപ്പു ഇതെല്ലാം അറിയുമ്പോൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. മാഷ് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത്രയും ആയപ്പോഴേക്കും അനീഷിന് ദേഷ്യം വന്നു. അച്ഛൻ ഇത് എന്ത് വർത്തമാനമാണ് പറയുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവളുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന്. ഇപ്പോൾ എന്തായി? അവളുടെ ഇഷ്ടം എന്താണെന്ന് അച്ഛൻ അറിഞ്ഞില്ലേ? അവൾക്ക് നന്ദമാഷിനോടാണ് ഇഷ്ടം. അങ്ങനെയുള്ള നമ്മുടെ അപ്പുവിനെ സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് അച്ഛൻ കടപ്പാടിൻ്റെ ബന്ധം പറയുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ എന്തായാലും എൻ്റെ അപ്പുവിൻ്റെ കൂടെ ആയിരിക്കും. അവളുടെ ഇഷ്ടമില്ലാത്ത ഒരിക്കലും അവളുടെ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. രഘുവിൻ്റെ മുഖത്ത് ദൈന്യത വന്ന് നിറഞ്ഞു. വാക്ക് കൊടുത്താൽ പാലിക്കാത്തവനാണ് രഘു എന്ന് ആരും പറയുന്നത് കേൾക്കാൻ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ കടപ്പാടിനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. നമ്മുടെ അപ്പുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് അച്ഛൻ എന്താ ഒരിക്കലെങ്കിലും ആലോചിക്കാത്തത്? അവൾക്കിഷ്ടമുള്ള ആളുടെ കൂടെ ജീവിച്ചാലല്ലേ അവളുടെ ജീവിതം സന്തോഷമുള്ളതാവൂ. അച്ഛൻ്റെ തീരുമാനം മാറ്റാൻ ഇനിയും സമയമുണ്ട്. അവിടെ നിന്നിറങ്ങുമ്പോൾ നന്ദനാകെ തളർന്ന അവസ്ഥയിലായിരുന്നു. അപ്പോഴേക്കും അവൻ്റെ കൺമുന്നിൽ നന്ദേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോകും എന്ന് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് പറയുന്ന പെണ്ണിൻ്റെ രൂപം മാത്രമായിരുന്നു. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ്റെയും മോൻ്റെയും മുഖം വാടിയിരിക്കുന്നത് കണ്ട് സൗദാമിനി പിന്നാലെ വന്നു. എന്നാൽ അവർക്ക് മുഖം കൊടുക്കാതെ ഭാർഗവൻ മാഷ് അകത്തേക്കും നന്ദൻ മുകളിലേക്കും പോയി. നന്ദൻ ചെന്ന പാടെ കട്ടിലേക്ക് വീണു. അവൻ്റെ ഇരു ചെന്നിയിലൂടെയും കണ്ണുനീർ ചാലിട്ടൊഴുകി. നീയില്ലാതെ എനിക്ക് പറ്റില്ല മോളെ. നിന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ എങ്ങനെയാടി ജീവിക്കുന്നത്? അപ്പോഴേക്കും നന്ദൻ്റെ മൊബൈൽ റിങ് ചെയ്തു. സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ
വിഷ്ണുവാണ്. വിഷ്ണു കോളിംഗ് എന്ന് എഴുതി കാണിക്കുന്നത് കണ്ടു. തുടരും. എൻ്റെ എല്ലാ പ്രിയ വായനക്കാർക്കും കേൾക്കുന്നവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണ തിരക്കുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പറ്റുന്ന പോലെ സ്റ്റോറി ഇടാൻ ശ്രമിക്കാം. പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോയി എന്ന് ആരും കരുതരുത്. സമയമുള്ളതുപോലെ ഞാൻ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിറയെ സ്നേഹത്തോടെ രുദ്ര രുദ്രപ്രിയ.